ഡൽഹിയിൽ കടുത്ത പുകമഞ്ഞാണ്. പലയിടങ്ങളിലും വായുമലിനീകരണ നിരക്ക് 500-നടുത്തെത്തിയിട്ടുണ്ട്. വിമാന സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് ഇൻഡിഗോ അറിയിച്ചു. കാഴ്ചാപരിധിയും 0-ലെത്തിയിരിക്കുന്നു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അരവിന്ദ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു തുടങ്ങണോ അരവിന്ദിനോടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അരവിന്ദിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കാണാം വലിയ പ്രയാസം അവിടെ മനുഷ്യർ അനുഭവിക്കുന്നു എന്നത് വ്യക്തമാണ്. അപ്പോൾ എന്താണ് അരവിന്ദ് തലസ്ഥാന നഗരിയിൽ ഇപ്പോഴത്തെ അവസ്ഥ? ഇത് കടുത്ത തണുപ്പും കൂടി വരുമ്പോൾ സ്വാഭാവികമായും വലിയ ദുഷ്കരമാണ് അവിടുത്തെ ജീവിതം. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം കൊണ്ടുവരാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെല്ലാം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അരവിന്ദ്? സൈഫുദ്ദീൻ, ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശ്വാസങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ദീപാവലിക്ക് പിന്നാലെയാണ് ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമാകുന്നത്. അതിനുശേഷം പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും നടപടികളും സർക്കാർ സ്വീകരിച്ചെങ്കിലും അതൊന്നും ഒരു വിജയം കാണുന്ന സാധ്യതയിൽ അല്ലെങ്കിൽ വിജയം കാണുന്ന തരത്തിലേക്ക് എത്തിയിരുന്നില്ല. ഇപ്പോൾ ഡൽഹിയിൽ ശൈത്യകാലം കൂടി രൂക്ഷമാകുകയാണ്. അപ്പോഴാണ് വായുമലിനീകരണം കൂടി അതിരൂക്ഷമായ സാഹചര്യത്തിലേക്ക് പോകുന്നത്. പലയിടങ്ങളിലും 500-നടുത്താണ് വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത്. എനിക്ക് പിന്നിൽ എത്രത്തോളം ഈ പുകമഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ശൈത്യകാലം ആരംഭിച്ചതോടുകൂടി തന്നെ മൂടൽമഞ്ഞ് രൂക്ഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വായുമലിനീകരണം എല്ലാം രൂപപ്പെട്ട് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമായ സാഹചര്യം തന്നെയാണുള്ളത്. പ്രധാനമായും ആം ആദ്മി സർക്കാരായിരുന്നു കഴിഞ്ഞ 10 വർഷത്തോളം ഡൽഹി ഭരിച്ചിരുന്നത്. അതിനുശേഷം BJP അധികാരത്തിൽ വന്നപ്പോൾ ഡൽഹിയിൽ വായുമലിനീകരണത്തിനെ മുക്തമാക്കും, അതുപോലെ തന്നെ യമുന മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കുമെന്ന പ്രഖ്യാപനമെല്ലാം നടത്തിയിരുന്നു. പക്ഷേ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രാഷ്ട്രീയമായ പോര് തുടരുന്നത് മാത്രമാണ് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നത്. ജനങ്ങളുടെ ദുരിതം അകറ്റാൻ വേണ്ടിയുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. കൃത്രിമ മഴ പെയ്യിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിയിരുന്നു. അതെല്ലാം അപ്പാടെ പരാജയപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പുകമഞ്ഞ് രൂക്ഷമായതോടുകൂടി തന്നെ ഇത്തരത്തിൽ കാഴ്ചാപരിധി പലയിടങ്ങളിലും 0-ലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കനത്ത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം ഡൽഹി എക്സ്പ്രസ് വേയിലടക്കം നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. വാഹനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിമാന സർവീസുകളെ രൂക്ഷമായി തന്നെ ഈ പുകമഞ്ഞ് ബാധിച്ചിരിക്കുകയാണ്. പല വിമാന സർവീസുകളും വൈകാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി ഇൻഡിഗോ ഇപ്പോൾ വ്യക്തമാക്കുന്നു. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഈ പുകമഞ്ഞിനെ തുടർന്ന് നൽകിയിരിക്കുന്നത്. അതേസമയം വായുമലിനീകരണത്തെ കൊണ്ട് ജനജീവിതം ദുസ്സഹമായി തന്നെ തുടരുന്നു. അത് ഇനിയും തുടരുമെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല.